ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. ഏഷവ ശ്രേയ ആധാസ്യത് ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യഥ. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നാമകരണമൊക്കെ കഴിഞ്ഞു. ഗർഗമഹർഷി ഈ ഉണ്ണി ആരാണ് എന്ന് ഒന്ന് പറയാതെ പറഞ്ഞു കൊടുത്തു നന്ദഗോപർക്ക്. ഇനിയും ഈ ഉണ്ണിയുടെ ജനനം കൊണ്ട് ഭാവി ഫലങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുകയാണ്. ഏഷവ ശ്രേയ ആധാസ്യത്. ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ, ഈ ഉണ്ണി, ഈ കൃഷ്ണൻ. വഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ശ്രേയ, ശ്രേയ എന്ന് പറഞ്ഞാൽ ശ്രേയസ്സിനെ, ആധാസ്യത് എന്ന് പറഞ്ഞാൽ ചെയ്യും, ശ്രേയസ്സിനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ശ്രേയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലയോ നന്ദഗോപരെ? ഗോപഗോകുലനന്ദനഃ, അത് ഗോപന്മാരെയും ഗോകുല എന്ന് പറഞ്ഞാൽ ഈ ഗോകുലത്തെയും, നന്ദനഃ എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുന്നവനായിട്ട് മാറും. ഈ ഗോപന്മാർക്കും, അതായത് ഈ ഗോകുലത്തെയും ഗോകുലത്തിലുള്ളവർക്കുമൊക്കെ ആനന്ദിപ്പിക്കുന്നവനായിട്ട് മാറും ഈ ഉണ്ണി. തന്നെയല്ല, ഇവൻ നിങ്ങളുടെ ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെയോ അനേന സർവദുർഗാണി. അനേന എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണി നിമിത്തമായിട്ട് സർവദുർഗാണി, എല്ലാ ദുർഘടങ്ങളെയും യൂയമഞ്ജസ്തരിഷ്യഥ. യൂയം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂയം അഞ്ജഹ തരിഷ്യഥ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യൂയമഞ്ജസ്തരിഷ്യഥ. യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ, അഞ്ജഹ എന്ന് പറഞ്ഞാൽ അനായാസേന, യാതൊരു പ്രയാസവും കൂടാതെ, തരിഷ്യഥ കടക്കും. അപ്പോൾ ഈ ഉണ്ണി നിമിത്തമായി നിങ്ങൾക്ക് എന്തൊക്കെ ദുർഘടങ്ങൾ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ അതിനെ അനായാസം കടക്കാനാവും. ഇത് നമുക്കും കൂടി ഒരു ഉപദേശമാണ്. ആ ഭഗവാന്റെ പാദങ്ങളെ അങ്ങോട്ട് മുറുക്കെ പിടിച്ചോളൂ. എന്ത് ദുർഘടം ജീവിതത്തിൽ വന്നാലും അനായാസം കടക്കുവാൻ ഭഗവാൻ കൂടെയുണ്ടാവും. ആനന്ദിപ്പിച്ചുകൊണ്ട്, ആദ്യമേ പറഞ്ഞു, ഗോകുലത്തെയും ഗോകുലത്തിലുള്ളവരെയും, ഗോപന്മാരെയും ഗോപസ്ത്രീകളെയൊക്കെ ആനന്ദിപ്പിക്കുന്ന ഇവന് നിങ്ങളുടെ ശ്രേയസ്സിനായിക്കൊണ്ട് വന്നവനാണ്. നിങ്ങൾക്ക് ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കും. പിന്നെയോ ജീവിതത്തിൽ എന്ത് തന്നെ ദുർഘടങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഇവൻ മൂലം നിങ്ങൾക്കത് നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും. ഇത് ആ ഗോകുലത്തിൽ ഉള്ളവർക്ക് മാത്രമല്ല, നമുക്കുമൊക്കെ അങ്ങനെ തന്നെയാണല്ലേ. ഭഗവാനെ അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ, ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ, ഒന്നും നമ്മുടെ കഴിവല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ, എല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ഭഗവാന്റെ നിശ്ചയമാണ്, ഭഗവാന്റെ സങ്കല്പമാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ, എല്ലാം ആ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, അവിടുത്തെ നിശ്ചയം പോലെയൊക്കെ നടക്കട്ടെ എന്ന് വിട്ടുകൊടുക്കുവാൻ കഴിഞ്ഞാൽ, നിഷ്പ്രയാസം ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെയും ആ നന്ദഗോപരോടും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടി വരില്ല. കാരണം ഇപ്പോൾ തന്നെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. എത്രയെത്ര അസുരന്മാരല്ലേ, പൂതന തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയതാണ്. ശകടാസുരന്, തൃണാവർത്തന, ഇപ്പോൾ ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക്. നിങ്ങളെ ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഈ ഉണ്ണി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കതിന് കഴിയും. നിഷ്പ്രയാസമൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏഷവ ശ്രേയ ആധാസ്യത് ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യഥാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തേൽ വഹ് എന്നൊരു വിസർഗമുണ്ട് അവിടെ. അതുപോലെ ഗോപഗോകുല നന്ദന, അവിടെയും വിസർഗമുണ്ട്.
പിന്നെ യൂയമഞ്ചസ്തരിഷ്യഥാം, അവിടെ യൂയം അഞ്ചഹ ആണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. യൂയമഞ്ചസ്തരിഷ്യഥാം. ഇനി 17ാമത്തെ ശ്ലോകമാണ്. പുരാണേന വ്രജപതേ സാധവോ ദസ്യുപീഡിതാ അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യോൻ സമേധിതാ. പറയുകയാണ് പുരാണേന, ഇവിടെ പുരാ അനേന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുരാനേന. പുര എന്ന് പറഞ്ഞാൽ പണ്ട്, അനേന എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയാൽ, ഈ കൃഷ്ണനുണ്ണിയാൽ, വ്രജപതേ അല്ലയോ ഗോകുലനാഥനായിട്ടുള്ള നന്ദഗോപരെ, ഈ ഉണ്ണിയാൽ പണ്ട് സാധവോദസ്യുപീഡിതാഹ, സാധവ എന്ന് പറഞ്ഞാൽ സാധുക്കള്, ദസ്യുപീഡിതാഹ, ദസ്യൂൻ പീഡിതഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദസ്യുപീഡിതാഹ. ദസ്യു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാര്, ദസ്യുപീഡിതാഹ കൊള്ളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടവരായിട്ട്. അരാജകേ രക്ഷ്യമാണ്, അരാജകേ രാജാവില്ലാതിരുന്നപ്പോൾ കൊള്ളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടവരായിരുന്ന സാധുക്കളെ രക്ഷ്യമാണ് രക്ഷിക്കപ്പെടുന്നവരും അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരും. ജിഗ്യുർദസ്യൂൻ സമേധിതാഹ, ജിഗ്യുർദസ്യൂൻ, ജിഗ്യുഹു ദസ്യൂൻ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജിഗ്യുർദസ്യൂൻ. ജിഗ്യു എന്ന് പറഞ്ഞാൽ ജയിച്ചു, ദസ്യൂൻ ആ ദുഷ്ടന്മാരെ ജയിച്ചു, സമേധിതാഹ വർദ്ധിക്കപ്പെടുന്നവരായിട്ട്, ശക്തി വർദ്ധിച്ചവരായിട്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പണ്ട് വേണ്ടും വിധത്തിൽ രക്ഷിക്കാൻ രാജാവില്ലാതിരുന്ന ഒരു കാലത്ത് ദുഷ്ടന്മാരുടെയൊക്കെ ഉപദ്രവം നിമിത്തം സാധുക്കളൊക്കെ ധാരാളം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ സമയത്ത് അവർക്ക് വേണ്ടുന്ന ആ ഒരു ശക്തിയെയും ബലത്തെയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സജ്ജനങ്ങളെ, ഈ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ട് അവരെ ജയിച്ചിട്ട് ശക്തി വർദ്ധിച്ചവരായി തീർന്നു. കാരണം ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ എന്തിനാ അവതരിക്കുന്നത്? ഈ സാധുക്കളെയൊക്കെ രക്ഷ ചെയ്യുന്നതിന്, ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കുന്നതിന്, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഓരോ യുഗങ്ങളിലും ഭഗവാൻ അവതരിക്കും. ഇവിടെയാകട്ടെ രാജവാഴ്ച വേണ്ടും വിധം ഇല്ലാതെ ഇരുന്ന സമയത്ത് ഈ സാധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ദുഷ്ടന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടത്ര ബലവും ശക്തിയും കൊടുത്ത് ദുഷ്ടന്മാരെ ജയിക്കുവാൻ ഇവനാണ് കാരണമായി തീർന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ശക്തിയും ബലവും ഒക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, ഭഗവാൻ തന്നെയാണ്. നമുക്ക് ഇനിയും നരസിംഹാവതാരം വരുമ്പം കാണാം. അവിടെ നാരായണീയത്തിൽ ഭക്തപ്രഹ്ലാദനോട് ഹിരണ്യകശിപു ഓരോ തവണ നീ പഠിച്ചതെന്താണ്, നീ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നീ ഭാഗവതത്തിൽ അത് വരുന്നതേ ഉള്ളൂ, നമുക്ക് കാണാമത്. അവിടെ ഭക്തപ്രഹ്ലാദൻ പറയുന്നുണ്ട്, ആ ഭഗവാൻ എന്നത് മാത്രമാണ് നിത്യമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്. ഭഗവാനാണ് എല്ലാവർക്കും രക്ഷകനായിരിക്കുന്നത് എന്നൊക്കെ
ഭഗവാന്റെ തത്വത്തെ നന്നായി മനസ്സിലാക്കി ആ ഭക്തപ്രഹ്ലാദൻ പറയുമ്പോൾ ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ഇത്രയേറെ ബലം കിട്ടിയത്, അഹങ്കാരം കിട്ടിയത് എൻ്റെ നേരെ നിന്ന് ഇങ്ങനെ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ഭക്തപ്രഹ്ലാദൻ പറയുന്നു, ബലം മേച്ച വൈകുണ്ഠ തവച ബലം. ബലം മേ വൈകുണ്ഠം, എൻ്റെ ബലം ആ ഭഗവാനാണ്, തന്നെയല്ല തവച ബലം, അങ്ങയുടെ ബലവും, അല്ലയോ പിതാമഹ അങ്ങയുടെ ബലവും ആ വൈകുണ്ഠനാഥൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അതിനെ ഒന്നുകൂടി ഒന്ന് ലളിതമാക്കി പറയുകയാണ്. പണ്ട് ആ സാധുക്കൾക്ക് ശക്തിയും ബലവുമായി നിന്ന് ദുഷ്ടന്മാരെ ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ ദുഷ്ടന്മാരെ ജയിക്കാൻ സാധുക്കളോടൊപ്പം നിന്ന ഭഗവാൻ അവരുടെ ശക്തിയെ വീണ്ടും വർദ്ധിപ്പിച്ചു. ഈ ശക്തി ശരീരത്തിന് മാത്രമല്ല മനസ്സിനും, അല്ലേ? യഥാർത്ഥ ഭഗവാനിൽ നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും മനസ്സിനൊരു ധൈര്യമുണ്ടാവും. അല്ലാത്തവർ പ്രതിസന്ധികളിൽ പെട്ടെന്ന് തളർന്നു പോകും. അപ്പോൾ മനസ്സിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആണെങ്കിലും ബലം എന്ന് പറയുന്നത് ആ വൈകുണ്ഠനാഥൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ആ വൈകുണ്ഠനാഥനാണ് ഇപ്പോൾ ഇവിടെ നന്ദഗോപരുടെ മുന്നിൽ ഒരു ഉണ്ണിയായി അങ്ങനെ കിടന്ന് കളിക്കുന്നത്. പറയുകയാണ്, ഈ ഉണ്ണിയുടെ ബലം. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു, എന്താ ഈ ഉണ്ണി നിസ്സാരക്കാരനല്ല, ശക്തിയും ബലവും ഒക്കെ, നമ്മുടെയൊക്കെ ശക്തിയും ബലവും എല്ലാം ഈ ഉണ്ണിയാണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ എന്താ ഭയപ്പെടാനുള്ളത് നന്ദഗോപരെ? പ്രതിസന്ധികളൊക്കെ താനെ അനുകൂല സാഹചര്യങ്ങളായി മാറിക്കോളും നമുക്ക് എന്ന് പറയുകയാണ്. കാരണം ഈ ഉണ്ണി ശക്തിയുടെയും ബലത്തിൻ്റെയും ഒക്കെ ഉറവിടമാണ്, രക്ഷകനാണ്. പണ്ട് ഒരു രാജ്യത്തെ സാധുക്കൾക്ക് രക്ഷകനായി ഭവിച്ചവനാണ് ഈ ഉണ്ണി. അതുകൊണ്ട് അല്ലയോ നന്ദഗോപരെ, ഈ ഉണ്ണിയുടെ കേമത്തമാണ് ഇവിടെ ഗർഗമഹർഷി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നന്ദഗോപർക്ക്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പുരാണേന വ്രജപതേ സാധവോ ദസ്യുപീഡിതാ അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യൂൻ സമേധിതാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദസ്യുപീഡിതാഹ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ജിഗ്യുർദസ്യൂൻ, അവിടെ ദ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ഒരല്പം കട്ടിയിൽ തന്നെ അവിടെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ സമേധിതാഹ, അവിടെ തായ്ക്ക് ദീർഘവുമുണ്ട്, അകാരം നീട്ടിയെടുക്കണം, വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. യ ഏതസ്മിൻ മഹാഭാഗാഃ പ്രീതിം കുർവന്തി മാനവാഃ നാരയോഭിഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാനിവാസുരാഃ. യ ഏതസ്മിൻ മഹാഭാഗാഃ, യ എന്ന് പറഞ്ഞാൽ യാതൊരു, ഏതസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയിൽ, ഈ കൃഷ്ണനുണ്ണിയിൽ മഹാഭാഗാഃ, മഹാഭാഗ്യമുള്ളവരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഏതൊരു മനുഷ്യരാണോ ഇവനിൽ പ്രീതിം കുർവന്തി മാനവാഃ, പ്രീതിയെ കുർവന്തി ചെയ്യുന്നുവോ, മാനവ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ ഭഗവാനിലേക്ക് എത്തുവാനാവുകയുള്ളൂ, തൻ്റെ മനസ്സിനെ ഭഗവത് വിചാരത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മഹാഭാഗ്യമുള്ളവരായി യാതൊരു മനുഷ്യർ ഇവനിൽ പ്രീതിയെ ചെയ്യുന്നുവോ നാരയോഭിഭവന്ത്യേതാൻ, ന അരയഃ ഭവന്തി ഏതാൻ, ഇങ്ങനെ അഭിഭവന്തി ഏതാൻ, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നുണ്ട്. ന എന്ന് പറഞ്ഞാൽ ഇല്ല, അരയഃ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, അഭിഭവന്തി എന്ന് പറഞ്ഞാൽ പരിഭവിപ്പിക്കുന്നില്ല അഥവാ ഉപദ്രവിക്കുകയില്ല.
ഏതാൻ. ഏതാൻ എന്ന് പറഞ്ഞാൽ അവരെ. അപ്പോൾ യാതൊരു സുഹൃതികളായ ജനങ്ങളാണോ ഈ ഉണ്ണിയുടെ പ്രീതിക്കായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ ശത്രുക്കൾ അവരെ ഉപദ്രവിക്കുകയില്ല. വിഷ്ണുപക്ഷാനിവാസുരാഹ. വിഷ്ണുപക്ഷാൻ ഇവ അസുരാഹ. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വിഷ്ണുപക്ഷാനിവാസുരാഹ. വിഷ്ണുപക്ഷാൻ എന്ന് പറഞ്ഞാൽ ആ വിഷ്ണുവിൻ്റെ പക്ഷത്തിലുള്ള ദേവന്മാരെ ഇവ അസുരഹ. ഇവ എന്ന് പറഞ്ഞാൽ അതുപോലെ, അസുരാഹ അസുരന്മാരെന്ന പോലെ. അപ്പോൾ വിഷ്ണുപക്ഷത്തിലുള്ള ദേവന്മാരെ എപ്രകാരം അസുരന്മാർക്ക് ഉപദ്രവിച്ച് കീഴടക്കാൻ കഴിയുന്നില്ലയോ, അതിന് കാരണം എന്താ? ഭഗവാൻ കൂടെയുണ്ട്. അപ്പോൾ ഭഗവാനെ കൂടെ നിർത്തണമെങ്കിൽ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നും സമർപ്പിച്ചാൽ അങ്ങനെയുള്ള, പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് മഹാഭാഗ്യമുള്ളവർക്ക് മാത്രമേ കഴിയൂ, സുഹൃതികൾക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ സുഹൃതികളായിട്ടുള്ള ആ മനുഷ്യരെ, ഏതൊരു മനുഷ്യരാണോ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്നത്, തൻ്റെ കർമ്മങ്ങളെ സമർപ്പിക്കുന്നത്, അങ്ങനെയുള്ളവരെ ഒരു ശത്രുവിനും ജയിക്കുക സാധ്യമല്ല, ഉപദ്രവിക്കുക സാധ്യമല്ല. അങ്ങനെ ഉപദ്രവിക്കാൻ വന്നാൽ അസുരന്മാരിൽ നിന്നും ദേവന്മാരെ എപ്രകാരമാണോ ഭഗവാൻ ഓരോ സന്ദർഭങ്ങളിലും സംരക്ഷിച്ചത്, ആ ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഭക്തപ്രഹ്ലാദനെ തൻ്റെ തന്നെ പാർഷദന്മാരായിരുന്നു, അല്ലെ, കാവൽക്കാരായിരുന്നു ആ ജയവിജയന്മാർ. അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി വന്നപ്പോഴും ഭഗവാൻ അവരോട് കാരുണ്യം ചൊരിഞ്ഞില്ല. മറിച്ച് തൻ്റെ പ്രിയഭക്തനായിട്ടുള്ള ആ ഭക്തപ്രഹ്ലാദനെ തന്നോട് ചേർത്ത് വെച്ചു. ആ ഭക്തപ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനായിക്കൊണ്ട് ഹിരണ്യകശിപുവിനെ വധിക്കുവാനും ഭഗവാൻ മടി കാണിച്ചില്ല. ഭഗവാൻ കൂടെയുണ്ടാവും ഭക്തരോടൊപ്പം. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞാൽ ഭഗവാൻ കൈവിടില്ല എന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണെന്നൊരു ഉറപ്പ് തരികയാണ് ഇവിടെ ഗർഗമഹർഷി. അത് ഭഗവാന്റെ ജീവിതം കൊണ്ട് തന്നെ ഭഗവാൻ കാണിച്ചു തരുന്നു, അല്ലേ? കംസൻ എത്രയെത്ര അസുരന്മാരെ വിട്ടു ഭഗവാനെയും ഒപ്പം ഗോകുലത്തിലുള്ളവരെയും ദ്രോഹിക്കുന്നതിന്. പക്ഷേ ഭഗവാൻ ഗോകുലവാസികളെ കൈവിട്ടില്ല. ആ ഭഗവാൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ ആ ഗോകുലത്തിൽ ആർക്കും ഒരു മനപ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സങ്കടത്തിലേക്ക് കൊണ്ടെത്തിച്ചില്ല. ചെറിയ ചെറിയ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഭഗവാൻ അവരോട് ചേർന്ന് നിന്ന് അവരെ ദ്രോഹിക്കാൻ വരുന്ന അസുരന്മാരെ നിഗ്രഹിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ അതിയായ കാരുണ്യം ഈ ഒരു ശ്ലോകത്തിൽ തന്നെ ഗർഗമഹർഷി ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അങ്ങനെ ഭഗവാനിലേക്ക് ഈശ്വര വിചാരത്തോടുകൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ അത് മുൻജന്മങ്ങളിലൊക്കെ ചെയ്തു കൂട്ടിയ സുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ട് മാത്രമേ അങ്ങനെയൊരു സൽചിന്ത ഉള്ളിൽ വരികയുള്ളൂ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യ ഏതസ്മിൻ മഹാഭാഗാഃ പ്രീതിം കുർവന്തി മാനവാഃ നാരയോഭിഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാനിവാസുരാഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മഹാഭാഗാഃ, മാനവാഃ. ഇവിടെ രണ്ടിടത്തും ദീർഘവും വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കണം, പകുതി ഹകാരത്തിൽ വായിക്കണം, അകാരം നീട്ടിയെടുക്കുകയും വേണം. അതേപോലെ വിഷ്ണുപക്ഷാനിവാസുരാഹ, അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്. അതേപോലെ തന്നെ ഇവ അസുരാഹ ആണ്, ഇവാസുരാഹ, അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് നാരയോഭിഭവന്ത്യേതാൻ, അവിടെ ആ ഒകാരം നാരയോഭിഭവന്ത്യേതാൻ, അത് ശ്രദ്ധിച്ച് വായിക്കുക. ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഏതാനാണ്, ഭവന്തി ഏതാൻ, എകാരം നീട്ടിയെടുക്കുക. നാരയോഭിഭവന്ത്യേതാൻ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി 19ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.